നമസ്കാരം. KSRന്റെ 10ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഏൺ ലീവിനെ കുറിച്ചാണ്. മലയാളത്തിൽ ആർജിത അവധി എന്ന് പറയും. ആർജിക്കുന്ന അവധിയാണ്. ആ ആർജിക്കുന്ന അവധി വേണമെങ്കിൽ നമുക്ക് ലീവായിട്ട് എടുക്കാം. അല്ല എങ്കിൽ ആ ആർജിത അവധി അഥവാ ഏൺ ലീവ് സറണ്ടർ ചെയ്യാം. അത് വിറ്റ് അതാത് ദിവസത്തേക്ക് ആ സമയത്തുള്ള പേ ആൻഡ് അലവൻസ് അതിൻ്റെ പണമായിട്ട് വാങ്ങുകയും ചെയ്യാം. സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. ആ ലീവ് വിറ്റ് പണമാക്കി മാറ്റുക. ഇത് പൊതുവെ വെക്കേഷൻ ഇല്ലാത്ത ജീവനക്കാർക്കാണ് ഈ ഏൺ ലീവ് ഉള്ളത്. എന്നാൽ വെക്കേഷനുള്ള ടീച്ചേഴ്സിനും വെക്കേഷനിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഏൺ ലീവ് കൊടുക്കാറുണ്ട്. അത് മറ്റൊരു കാര്യമായിട്ട് ഞാൻ പറയാം. സാധാരണഗതിയിൽ ഒരു മിനിസ്റ്റീരിയൽ സ്റ്റാഫിന് ക്ലറിക്കൽ സ്വഭാവമുള്ള വെക്കേഷൻ ഇല്ലാത്ത ജീവനക്കാര് 11 ദിവസം ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഒരു ദിവസം ഏൺ ലീവ് കിട്ടുന്ന രീതിയിലാണ് പോകുന്നത്. ഹോളിഡേയ്സും ഡ്യൂട്ടി എന്ന് മാത്രം പറയുമ്പോൾ അതിനോട് അനുബന്ധിച്ച് വരുന്ന ഹോളിഡേയ്സും അതിൽപ്പെടും. അപ്പോൾ 11 ദിവസത്തിന് 1 എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള ഏൺ ലീവ് കണക്ക് കൂട്ടാൻ നമ്മൾ 365 ഹരിക്കണം 11 സമം 33/1/3 ലീവാണ് നമുക്ക് ഏൺ ലീവായിട്ട് ലഭിക്കുക ഒരു വർഷം പൂർണ്ണമായിട്ട്. നമ്മൾ ഹാഫ് പേ ലീവ് കണക്ക് കൂട്ടുന്നത് പോലെ ഏൺ ലീവിന് ഒരു വർഷം പൂർണ്ണമാകണമെന്നില്ല. 6 മാസം കഴിയുമ്പോൾ അല്ലെ 3 മാസം കഴിയുമ്പോൾ 3 മാസത്തെ ഏൺ ലീവ് നമുക്ക് കണക്ക് കൂട്ടി നമ്മുടെ അക്കൗണ്ടിൽ ഇടാം. സർവീസ് ബുക്കിൽ ഏൺ ലീവ് അക്കൗണ്ടിൽ അതിന് ഏൺ ലീവ് അക്കൗണ്ടിന് വേറൊരു ഭാഗമുണ്ട്. ഹാഫ് പേ ലീവ് അക്കൗണ്ട് വേറെയാണ്, ഏൺ ലീവ് അക്കൗണ്ട് വേറെയാണ്. ആ ഏൺ ലീവ് അക്കൗണ്ടിൽ ഇടാം. അപ്പം 3 മാസത്തെ ദിവസങ്ങൾ നമ്മൾ 91. അപ്പോൾ 91/11 ഇട്ടാൽ മതി. അത് ഹരിച്ചിട്ട് കിട്ടുന്നതാണ് നമുക്ക് ഏൺ ലീവായിട്ട് വരിക. ഇനി ഈ ജീവനക്കാരൊക്കെ തന്നെ ഫസ്റ്റ് ഇയർ ഓഫ് സർവീസിന് 11-ന് 1 വെച്ച് കിട്ടില്ല, 22-ന് 1 വെച്ചേ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു മിനിസ്റ്ററി വെക്കേഷൻ ഇല്ലാത്ത എല്ലാ വിഭാഗം ജീവനക്കാർക്കും 11-ന് 1 വെച്ച് കിട്ടുന്ന. എന്നാൽ ഒരു പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആദ്യത്തെ വർഷം 22 ദിവസത്തിന് 1 വെച്ചാ കിട്ടുക. അങ്ങനെ ക്രെഡിറ്റ് ചെയ്ത് 3 വർഷം പൂർത്തിയാകുമ്പോൾ ഇയാൾക്ക് ഒന്നാമത്തെ വർഷം 11-ന് 1 കൺവേർട്ട് ചെയ്ത് ക്രെഡിറ്റ് ചെയ്യും. ഞാൻ പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും. പുതിയതായിട്ട് ഒരു സർവീസിൽ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആദ്യത്തെ വർഷം ഒന്നാമത്തെ വർഷം 22 1/22 കിട്ടുക. അതായത് 22 ദിവസം ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഒരു ഏൺ ലീവാണ് ലഭിക്കുക. അപ്പോൾ അത് എത്ര വരും? 16 ചില്ലറയുമാണ് വരിക. 16 ദിവസവും ചില്ലറയാണ് ഒരു വർഷം വരിക. അങ്ങനെ 3 വർഷം കംപ്ലീറ്റ് ആയാൽ രണ്ടാമത്തെ വർഷം ഈ പുതിയതായിട്ട് ജോയിൻ ചെയ്ത അവൾക്ക് രണ്ടാമത്തെ വർഷം 11-ന് 1 കൊടുക്കും. മൂന്നാമത്തെ വർഷവും 11-ന് 1 കൊടുക്കും. ഈ 3 വർഷം പൂർത്തിയാക്കിയാൽ ഒന്നാമത്തെ വർഷത്തിൽ 22-ന് 1 കൊടുത്തത് എന്താക്കി മാറ്റും? 11-ന് 1 മാറ്റും. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ 3 വർഷം പൂർത്തിയാകുമ്പോൾ 3 വർഷം പൂർത്തിയാകുമ്പോൾ ഇയാൾക്ക് എത്ര ഏൺ ലീവ് ഉണ്ടാവും? 3 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇയാൾക്ക് 100 ഏൺ ലീവ് ക്രെഡിറ്റിലുണ്ടാവും. ആദ്യത്തെ വർഷത്തെ 22-ന് 1 കൊടുത്തത് അത് വീണ്ടും പുനർക്രമീകരിച്ചിട്ട് 11-ന് 1 മാറ്റുമ്പോൾ 33/1/3 കൂട്ടണം 33/1/3 കൂട്ടണം 33/1/3 എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എത്രയായി? അത് 100 ഏൺ ലീവായിട്ട് മാറി. ഈ 100 ഏൺ ലീവ് നമുക്ക് ഓരോ വർഷവും ഇങ്ങനെ ഏൺ ലീവ് കണക്ക് കൂട്ടിയാൽ നമുക്ക് അങ്ങനെ കൂടി 11 ഡ്യൂട്ടിക്ക് 1 വെച്ച് ഇങ്ങനെ ഏൺ ലീവ് ക്രെഡിറ്റിൽ വന്നുകൊണ്ടേയിരിക്കും. ഒരു വർഷം പരമാവധി ഇപ്പോൾ ഗവൺമെന്റ് ചില സന്ദർഭത്തിലൊക്കെ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുത്താറുണ്ട്. പരമാവധി 30 ദിവസമാണ് സറണ്ടർ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 30 ദിവസമാണ് പരമാവധി സറണ്ടർ ചെയ്യാൻ അനുവാദമുള്ളൂ ഇപ്പോൾ.
എന്നാൽ ഈ ലീവ് സറണ്ടർ അല്ല, ലീവ് അവൈൽ ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ ഏൺ ലീവ് ലീവായിട്ട് എടുക്കുകയാണെങ്കിൽ, സാധാരണ നമ്മൾ കമ്മ്യൂട്ടഡ് ലീവ് എടുക്കുന്നത് പോലെ തന്നെ ഏൺ ലീവും നമുക്ക് ലീവായിട്ട് എടുക്കാം. അപ്പോൾ അത് ക്രെഡിറ്റിൽ നമ്മുടെ അക്കൗണ്ടിൽ കുറവ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലീവായിട്ട് എടുക്കാൻ ഒരു കൊല്ലം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്രെഡിറ്റിലുള്ള മുഴുവനും എടുക്കാം. സറണ്ടർ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ 30 ദിവസം എന്ന നിബന്ധന ഉള്ളൂ. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. LPR ഞാൻ പറഞ്ഞു, ഒരു ആളിന് LPR എടുക്കണമെങ്കിൽ പരമാവധി 300 നമ്മുടെ ക്രെഡിറ്റിൽ സർവീസ് ബുക്കിലെ ഏൺ ലീവ് അക്കൗണ്ടിൽ 300 ഏൺ ലീവ് ഉണ്ടെങ്കിൽ ആ 300 ഏൺ ലീവ് വരെയാണ് ഒരാൾക്ക് LPR ആയിട്ട് എടുക്കാവുന്ന ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡ്യൂട്ടി മാത്രം ഏൺ ലീവ് കണക്കൂട്ടാൻ പറ്റുള്ളൂ. ഡ്യൂട്ടിയും ഇതിനിടയിൽ വരുന്ന ഹോളിഡേയ്സും മാത്രമേ ഏൺ ലീവ് കണക്ക് കൂട്ടാൻ എടുക്കാറുള്ളൂ. അപ്പൊ ഇതിനോടനുബന്ധിച്ച കണക്കുകളൊക്കെ മറ്റൊരു രീതിയിലാണ് നമ്മൾ ചെയ്യുക, അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ കാഷ്വൽ ലീവും കോമ്പൻസേഷൻ ലീവും കൂട്ടും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കാഷ്വൽ ലീവും കോമ്പൻസേഷൻ ലീവും എന്താണ് ശരിക്കും ഡ്യൂട്ടിയാണ്, അതൊരു ലീവ് അല്ല. അപ്പൊ അത് കൂട്ടും. ഇതില് നമ്മൾ പിന്നെ ഡയസ്ട്രോൺ പരിഗണിക്കില്ല. മെറ്റേണിറ്റി ലീവ് നമ്മൾ 6 മാസം എടുത്താൽ ആ 6 മാസവും നമുക്ക് ഏൺ ലീവ് കിട്ടില്ല. ഇപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഏത് ലീവും ഏൺ ലീവ് കണക്ക് കൂട്ടുന്നതിന് പരിഗണിക്കില്ല. നമ്മൾ ഏത് ലീവ് എടുത്താലും ശരി. ഇപ്പൊ നിങ്ങളോടൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, സർവീസിലിരിക്കുന്ന ഒരാള് പിന്നെ 1/1/2020 മുതൽ 1/1/2020 മുതൽ 31 ദിവസം 31/12/2020 വരെ ഏൺ ലീവ് കണക്ക് കൂട്ടുക. അയാള് അതിനിടയിൽ 10 ദിവസം ഹാഫ് പേ ലീവും 30 ദിവസം LWA ഓൺ MC മെഡിക്കൽ സർട്ടിഫിക്കറ്റോട് കൂടിയ LWAയും 2 ദിവസം ഡയസ്നോണും ഉണ്ടായിരുന്നു ഇയാൾക്ക്. 40 ദിവസം LWA മെഡിക്കൽ സർട്ടിഫിക്കറ്റിലുള്ളതാണ്, 2 ദിവസം ഡയസ്നോണ്, 10 ദിവസം HPLും ഇയാളുടെ ഏൺ ലീവ് കണക്കാക്കുക. അപ്പം നമ്മൾ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ 2020 ലീപ്പ് ഇയർ ആണ്. അപ്പം 366 ദിവസമുണ്ട്. 2020 കാര്യം ആയതുകൊണ്ട് അത് ലീപ്പ് ഇയർ ആണ്. അപ്പോൾ ഫെബ്രുവരിക്ക് 29 ഉണ്ടാവും. അപ്പോൾ ആകെ ദിവസങ്ങൾ 366 ദിവസങ്ങളുണ്ട്. ഈ 366 ദിവസത്തിൽ 2 ദിവസം ഡയസ്നോൺ ഉണ്ട് എന്ന് പറഞ്ഞു, അത് കുറയ്ക്കണം. അപ്പോൾ 364 10 ദിവസം HPL ഉണ്ട് എന്ന് പറഞ്ഞു, അത് കുറയ്ക്കണം. അപ്പം 354 40 ദിവസം LWA ഉണ്ട് എന്ന് പറഞ്ഞു, അതും കുറയ്ക്കണം. അപ്പം 314 അപ്പൊ ഈ ലീവുകളൊക്കെ കുറച്ച് 314 ഹരിക്കണം 11 അതെത്രയാണോ അതാണ് ഇയാൾക്ക് അർഹതപ്പെട്ട ഏൺ ലീവ്. അത് റൗണ്ട് ആയിട്ടല്ല പറയുക, ഭിന്നസംഖ്യയായിട്ട് തന്നെ പറയും. 33 എന്ന് പറഞ്ഞ മാതിരി ഭിന്നസംഖ്യകളാക്കി ചില്ലറ ഭിന്നസംഖ്യയായിട്ടാണ് പറയുക. അപ്പൊ ഇത്തരത്തിൽ ഏൺ ലീവ് കണക്കൂട്ടാൻ നമ്മളോട് ചോദിക്കാം സാധ്യതയുണ്ട്. ഇതിൽ കാഷ്വൽ ലീവും കോമ്പൻസേഷൻ ലീവും അത് നമ്മൾ ഏൺ ലീവ് കണക്കൂട്ടാൻ പരിഗണിക്കും. വേറെ ഏത് ലീവ് നമ്മൾ എടുത്താലും ശരി. ഇനി ഏൺ ലീവ് തന്നെ എടുത്തു എന്ന് വെച്ചോ, ഒരു 20 ദിവസം ഏൺ ലീവ് എടുത്തു. അപ്പോൾ ഏൺ ലീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അത് ഡ്യൂട്ടി ചെയ്തിട്ടില്ല. ആ 20 ദിവസം നമുക്ക് പുതിയതായിട്ട് ഏൺ ലീവ് കണക്ക് കൂട്ടാൻ ആ 20 ദിവസം പരിഗണിക്കില്ല എന്ന കാര്യവും നമ്മൾ ഓർമ്മിച്ചിരിക്കുക. മെറ്റേണിറ്റി ലീവ് പിന്നെ ഒരു കൊല്ലത്തിൽ 6 മാസമേ മെറ്റേണിറ്റി ലീവ് എടുത്തു, പോയിട്ട് 6 മാസത്തേക്കേ നമുക്ക് ഏൺ ലീവ് കണക്ക് കൂട്ടാൻ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ലീവും. ഇനി മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ, സ്പെഷ്യൽ കാഷ്വൽ ലീവ് ഉണ്ട് പലർക്കും. സ്പെഷ്യൽ കാഷ്വൽ ലീവ് പല കാര്യത്തിനും ഉണ്ട്. പിന്നെ അത് പിന്നെ എന്താ പറയണ്ടേ, യൂട്രസ് റിമൂവൽ ഉണ്ട്, അബോർഷൻ ലീവ് ഉണ്ട്, ഫിസിക്കലി ഹാൻഡിക്യാപ്പ് ഉണ്ട്, 15 ദിവസത്തെ സ്പെഷ്യൽ കാഷ്വൽ ലീവ് ഉണ്ട്. ഇത്തരത്തിൽ ഒരുപാട് സ്പെഷ്യൽ കാഷ്വൽ ലീവുകളും ഉണ്ട്. ആ സ്പെഷ്യൽ കാഷ്വൽ ലീവുകൾ ഒന്നും തന്നെ നമ്മളുടെ ഏൺ ലീവ് കണക്ക് കൂട്ടാൻ പരിഗണിക്കുന്നതല്ല. കാഷ്വൽ ലീവ് പരിഗണിക്കും, എന്നാൽ സ്പെഷ്യൽ കാഷ്വൽ ലീവ് ഏൺ ലീവിന് പരിഗണിക്കുന്നതല്ല എന്ന കാര്യം വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി ഏൺ ലീവ് ഒരു ഒറ്റ സ്ട്രെച്ച് 180 ഡേയ്സ് വരെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അത് ഒരു തവണ ഏൺ ലീവ് ക്രെഡിറ്റിൽ കൂടുതൽ ഉണ്ടെങ്കിലും ശരി 180 തവണ വരെ മാത്രമേ
എടുക്കാൻ അനുവദിക്കാവൂ. 300 ദിവസം ടെർമിനൽ സറണ്ടർ ലാസ്റ്റിലാണ്. LPR മാത്രമാണ് 300 ദിവസം വരെ എടുക്കാൻ കഴിയുന്നത്. ഇനി ടെമ്പററി എംപ്ലോയീസിന്, താൽക്കാലിക ജീവനക്കാര്, അവർക്കും 1/11 ആണ് കൊടുക്കുക. പക്ഷെ പരമാവധി 1 വർഷം 15 ഏൺ ലീവേ അവർക്ക് അത് ലിമിറ്റ് ചെയ്യും. ലിമിറ്റ് 1/11 എന്ന് പറഞ്ഞാലും അവര് മാക്സിമം 15 എന്ന രീതിയിൽ ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ട് ടൈം സർവീസുകാർക്കും അങ്ങനെയാണ്. പാർട്ട് ടൈം സർവീസുകാർക്ക് പക്ഷേ 1/22 ആണ്. 1/2, അതായത് 22 ദിവസത്തിന് 1 ദിവസമാണ് പാർട്ട് ടൈംകാർക്കുള്ളത്. എന്നിട്ട് അത് 15 ദിവസമായിട്ട് ലിമിറ്റ് ചെയ്യും. പാർട്ട് ടൈംകാരുടെ ഏൺ ലീവ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 22 ദിവസത്തിന് 1, പക്ഷെ മാക്സിമം 1 വർഷം 15 എന്ന് ലിമിറ്റ് ചെയ്തിട്ടും ഉണ്ട്. ഇനി ഏൺ ലീവ്, ഇനിയിപ്പോൾ ഒരാൾ, നമ്മൾ ഈ ടെർമിനൽ സെന്ററിന്റെ കാര്യം പറഞ്ഞു. ടെർമിനൽ സെന്റർ എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതായത് നമ്മളുടെ ഏൺ ലീവ് അക്കൗണ്ടിൽ ക്രെഡിറ്റിലുള്ള ലീവുകളൊക്കെ നമ്മൾ റിട്ടയർമെന്റിന് ശേഷം സറണ്ടർ ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ടെർമിനൽ സറണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ രാജിവെച്ച് പോയാൽ, അല്ലെങ്കിൽ ഒരാളെ ഡിസ്മിസ് ചെയ്താൽ, ഒരാളെ പിരിച്ചുവിട്ടാൽ അവർക്കൊന്നും ഈ ടെർമിനൽ സറണ്ടർ ലഭ്യമാകുന്നതല്ല. അവർക്കൊന്നും ടെർമിനൽ സറണ്ടർ ഇല്ല. രാജി പിരിച്ചുവിടലിനൊന്നും ടെർമിനൽ സറണ്ടർ കൊടുക്കുന്നതല്ല എന്ന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി ഏൺ ലീവ് മറ്റൊരു ലീവായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. നമുക്കറിയാം, ഒരാൾ ഒരു ലീവ് എടുത്തു കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ അപേക്ഷ കൊടുത്താൽ ആ ലീവ് മറ്റൊരു ലീവായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ കമ്മ്യൂട്ടഡ് ലീവ് എടുത്ത ഒരാൾക്ക് അത് ഏൺ ലീവായിട്ട് കൺവേർട്ട് ചെയ്യാം. അത് ഒരപേക്ഷ DDOയ്ക്ക് കൊടുത്താൽ മതി. ഏൺ ലീവ് എടുത്ത ഒരാൾക്ക് അത് കമ്മ്യൂട്ടഡ് ലീവായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. അത് എന്താ സാധിക്കാത്തതെന്ന് വെച്ചാൽ അതങ്ങനെയാണ്, അതിൻ്റെ റൂൾ അങ്ങനെയാണ്. അതാണ് പറയുന്നത്. ഏൺ ലീവ് മറ്റൊരു ലീവാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ വേറെ ഏതെങ്കിലും ലീവ് ഏൺ ലീവാക്കി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും എന്നാണ്. വേറെ ഏതെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ സാലറി കിട്ടുന്ന മറ്റൊരു ലീവ് കമ്മ്യൂട്ടഡ് ലീവ് മാത്രമാണ്. അപ്പോൾ കമ്മ്യൂട്ടഡ് ലീവ് ഏൺ ലീവ് ആക്കാം, ഏൺ ലീവ് കമ്മ്യൂട്ടഡ് ലീവ് ആക്കാൻ കഴിയില്ല. ഇത് ഇങ്ങനെ കൺവേർഷൻ നടക്കണമെങ്കിൽ ലീവ് എടുത്തിട്ട് 1 വർഷത്തിനുള്ളിൽ നമ്മൾ അപേക്ഷ കൊടുക്കണം. അപേക്ഷ ഇല്ലാതെ കൺവേർട്ട് ചെയ്യാൻ ഒരു ലീവും വേറൊരു ലീവായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ലീവ് സാങ്ഷനിങ് അതോറിറ്റി അല്ലെങ്കിൽ DDOയ്ക്ക് അധികാരമില്ല എന്ന കാര്യവും നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. ഇനി ഏത് ലീവ് എടുത്താൽ, ലീവിനെ പറ്റി പറയുമ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഏത് ലീവ് നമ്മൾ എടുത്താലും, നമ്മളിപ്പോൾ ഒരു 30 ദിവസം ലീവ് എടുത്തു, ഏതോ ലീവ് ആയിക്കോട്ടെ. അപ്പോൾ 15 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മൾക്ക് ഇത് വേണ്ട, 15 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ആ ലീവ് എടുത്തവർക്ക് വേറൊരു റിക്വസ്റ്റ് കൊടുത്തിട്ട് ഈ അൺഅവൈൽഡ് പോർഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യിക്കാനുള്ള അധികാരമുണ്ട്. അത് ക്യാൻസൽ ചെയ്തു തരും. 15 ദിവസം ഞാൻ എടുത്തു, 30 ദിവസം ഞാൻ തന്നിരുന്നു അപേക്ഷ, എന്നാലേ ഞാൻ 15 ദിവസം മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. അതിനാൽ ബാക്കി എടുക്കാനിരിക്കുന്ന 15 ദിവസം ക്യാൻസൽ ചെയ്തിട്ട് എന്നെ ജോയിൻ ചെയ്യാൻ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞൊരു അപേക്ഷ അങ്ങോട്ട് കൊടുത്താൽ ആ അൺഅവൈൽഡ് പോർഷൻ ക്യാൻസൽ ചെയ്യാൻ നമുക്ക് ജോയിൻ ചെയ്യാം. ഏൺ ലീവ്. ഇനി നമ്മൾ പറയാനുള്ളത് ടീച്ചേഴ്സിൻ്റെ, അതായത് വെക്കേഷൻകാർക്ക് ഏൺ ലീവ് ഉണ്ട്. അതെങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ 2 മാസമൊക്കെ വെക്കേഷനുള്ള ആൾക്കാർ പ്രധാനമായിട്ടുള്ള ഒരു വിഭാഗം ടീച്ചേഴ്സാണ്. അപ്പോൾ ടീച്ചേഴ്സിന് ഏൺ ലീവ് ഉണ്ട്. ആ ടീച്ചേഴ്സിൻ്റെ ഏൺ ലീവ്, എന്തിനാണ് ടീച്ചേഴ്സിന് ഏൺ ലീവ് കൊടുക്കുന്നത്? വെക്കേഷൻ എൻജോയ് ചെയ്യാൻ. അപ്പം നമ്മൾ ഈ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മിനിസ്റ്റീരിയൽ വിഭാഗം ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം, അതായത് വെക്കേഷൻ ഇല്ലാത്ത ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ 12 മാസത്തെ ശമ്പളത്തിന് പകരം 13 മാസത്തെ ശമ്പളം അവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് സത്യം. എങ്ങനെ? 1 മാസത്തെ സറണ്ടറും കൂടി കിട്ടും. 12 മാസം സാലറിയും കിട്ടും, 1 മാസം സറണ്ടറും കൂടിയും കിട്ടുമ്പോൾ 13 മാസത്തെ സാലറിയായി വെക്കേഷൻ ഇല്ലാത്തവർക്ക്. എന്നാൽ വെക്കേഷൻ ഉള്ളവർക്ക് ഇപ്പോൾ ഒരു 15 ദിവസം വെക്കേഷനുള്ള ടീച്ചേഴ്സ് SSLC പരീക്ഷ പേപ്പർ നോക്കാൻ പോയി. ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം പോയി. അപ്പോൾ ആ 20 ദിവസം വെക്കേഷൻ എൻജോയ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവരെ എൻജോയിങ് സമ്മർ വെക്കേഷൻ പ്രിവെന്റഡ് ദ സമ്മർ വെക്കേഷൻ ഫോർ എൻജോയിങ് വെക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? സോ ദേ ആർ എലിജിബിൾ ടു
ക്രെഡിറ്റ് ഏൺ ലീവ് ക്രെഡിറ്റ് ചെയ്യാൻ അവരെ എലിജിബിൾ ആണ്. അപ്പോൾ വെക്കേഷൻ എൻജോയ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ദിവസം അവർക്ക്, ഈ ബന്ധപ്പെട്ട അധ്യാപകർക്ക് ഏൺ ലീവ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഏൺ ലീവ് കൊടുക്കാൻ പക്ഷെ ഈ രീതിയല്ല നമ്മൾ അവലംബിക്കുന്നത് അവിടെ. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു ഫുൾ അഡീഷണൽ ചാർജ് വന്നിരിക്കുന്നു ഒരാൾക്ക്, സ്ഥാപനത്തിൽ ടീച്ചേഴ്സ് തന്നെ, ഹെഡ് മാസ്റ്റർ ഇല്ല. അപ്പോൾ ഫുൾ അഡീഷണൽ ചാർജ് വേറൊരു അധ്യാപകന് കിട്ടിയാൽ അയാൾ വെക്കേഷനിൽ വരണം. ഫുൾ അഡീഷണൽ ചാർജ്, ഹെഡ് മാസ്റ്ററിന്റെ ഫുൾ അഡീഷണൽ ചാർജ് ലഭിക്കുന്ന ഒരു അധ്യാപകൻ വെക്കേഷനിലും വരണം. അങ്ങനെ വന്നാൽ അയാൾക്കും എന്ത് കിട്ടും? ഈ ഏൺ ലീവ് ലഭ്യമാകും. ആ ഏൺ ലീവ് ലഭ്യമാകുന്ന ഒരു സൂത്രവാക്യമുണ്ട്. ആ സൂത്രവാക്യം വെച്ചിട്ടാണ് ഈ വെക്കേഷൻ ഇല്ലാത്തവർക്ക്, വെക്കേഷൻ ഉള്ളവർക്ക് ഏൺ ലീവ് കണക്കാക്കുന്നത്. അത് N/30/V, N/V × 30 എന്നാണ് സൂത്രവാക്യം. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് പ്രിവെന്റഡ് ഫ്രം എൻജോയിങ് സമ്മർ വെക്കേഷൻ. ഇപ്പൊ 20 ദിവസമാണ് ഡ്യൂട്ടി എടുത്തതെങ്കിൽ ആ 20 ദിവസം, അതിനിടയിൽ വരുന്ന ഹോളിഡേയ്സ് ഒക്കെ അതെങ്ങനെയാണ് ഡ്യൂട്ടി എന്നുള്ള ഡ്യൂട്ടി സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്റർവെനിങ് ഹോളിഡേയ്സ് ആണെങ്കിൽ അങ്ങനെ കണക്ക് കൂട്ടും. അത് ഗുണിക്കണം 30, 20 ഗുണിക്കണം 20 ദിവസം. ഒരു എക്സാമ്പിൾ എടുത്ത് പറയാണ്, ആ 30 എന്ന് പറയുന്നത് സൂത്രവാക്യത്തിലുള്ളതാണ്. 20 ഗുണിക്കണം 30 ഡിവൈഡഡ് ബൈ, ആ വർഷം എടുത്തത് മാർച്ച് 31-നാണ് സ്കൂൾ അടച്ചത്, ജൂൺ 1-ന് സ്കൂൾ തുറന്നു. അങ്ങനെയെങ്കിൽ അവിടെ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ വെക്കേഷൻ എന്ന് പറയുന്നത് 30ഉം 31ഉം, ഏപ്രിൽ 30, മെയ്യിൽ 31, 61 ദിവസം. ആ 61 കൊണ്ട് ഹരിക്കണം. അതായത് 20 ദിവസം ഡ്യൂട്ടി എടുത്തു, 30 സൂത്രവാക്യത്തിലുള്ളതാണ്. അപ്പൊ 20 ഗുണിക്കണം 30, 600 ബൈ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ വെക്കേഷൻ, അത് 61. ദാറ്റ് ഈസ് ഇക്വൽ ടു, കിട്ടുന്നത് എത്രയാണോ അത് റൗണ്ട് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ നമുക്ക് 15ന്റെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 15 ദിവസം ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ 15 ഗുണിക്കണം 30 ബൈ വെക്കേഷൻ, 450/61 സമം 7.37 എന്ന് കിട്ടും. അപ്പോൾ അവിടെ റൗണ്ടിങ് ആണ് ഉള്ളത്, മറ്റൊരെ പോലെ അല്ല, ഇത് റൗണ്ടിങ് ആണ്. അപ്പോൾ 7 ദിവസമാണ് കിട്ടുക. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ചുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് കണക്ക് കൂട്ടുക. ഇവിടെ ഡിവൈഡഡ് ബൈയിൽ വരുന്നത് വെക്കേഷൻ ഡേയ്സ് ആണ്. അതുകൊണ്ട് സ്കൂള് തുറക്കാൻ താമസിച്ചാൽ വെക്കേഷന്റെ എണ്ണം കൂടും, വെക്കേഷൻ ദിവസങ്ങളുടെ എണ്ണം കൂടും. അതാണ് ഏതിൽ വരിക? ഛേദത്തിൽ വരിക, ഡിവൈഡഡ് ബൈയിൽ വരുന്നത്. അപ്പോ ഏൺ ലീവിന്റെ എണ്ണം കുറയും. അത് നമ്മൾ മനസ്സിലാക്കാം. നമ്പർ ഓഫ് ഡേയ്സ് ഇൻ വെക്കേഷൻ 61 അല്ല, അത് 66 വരാം. ചിലപ്പോൾ 5-ാം തീയതി 6-ാം തീയതി ഒക്കെ സ്കൂൾ തുറന്നാൽ, ഇപ്പൊ 6-ാം തീയതിയാണ് സ്കൂൾ തുറക്കുന്നത് വെച്ചോ, അപ്പൊ എത്ര ദിവസം വെക്കേഷൻ ഉണ്ടാവും? 31-ന്, മാർച്ച് 31-ന് അടച്ചാല് 66 ദിവസം ഉണ്ടാവും. 30, 31, പിന്നെ ഒരു 5 കൂടി, 66 ദിവസം. അപ്പൊ 66 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോഴാണ് അതിന്റെ ഈ ടീച്ചേഴ്സിനുള്ള അർഹതപ്പെട്ട ഏൺ ലീവ് ലഭിക്കുന്നത്. അപ്പൊ ടീച്ചേഴ്സിന്റെ അല്ലെങ്കിൽ പിന്നെ വെക്കേഷൻ സ്റ്റാഫിന്റെ ഏൺ ലീവ് കണക്കാക്കുന്നത് N/V × 30 എന്ന സൂത്രവാക്യം ഉപയോഗിച്ചിട്ടാണ്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് പ്രിവെന്റഡ് ഫ്രം എൻജോയിങ് സമ്മർ വെക്കേഷൻ, അതായത് എത്ര ദിവസമാണോ നമ്മൾ വെക്കേഷനിൽ ഡ്യൂട്ടി ചെയ്തത് അത്. V എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ വെക്കേഷൻ, വെക്കേഷന്റെ ആകെ ദിവസങ്ങളാണ് V. N/V × 30 വെച്ച് റൗണ്ട് ചെയ്തെടുത്താൽ എത്ര ദിവസമാണോ കിട്ടുന്നത് അത്രയും ദിവസമാണ് നമുക്ക് ഏൺ ലീവ് ആയിട്ട് ലഭിക്കുക. ആ ഏൺ ലീവ് വേണമെങ്കിൽ നമുക്ക് സറണ്ടർ ചെയ്യാം, അല്ലെങ്കിൽ ലീവായിട്ടും എടുക്കാവുന്നതാണ്. ഓക്കെ, ഏൺ ലീവിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മൾക്ക് പാർട്ട് ടൈം കണ്ടിൻജന്റ് മീനിനെ പറ്റി നമുക്കൊന്ന് പറഞ്ഞോട്ടെ. പാർട്ട് ടൈം കണ്ടിൻജന്റ് മീനിലെ PTCM എന്ന് പറയുന്ന വിഭാഗം എല്ലാത്തരം ഓഫീസുകളിലും ഉള്ളതാണ്. അതായത് ക്ലീനിങ് ജോലിക്കാരാണ് ശരിക്കും. അത് പാർട്ട് ടൈം ആണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ മുതൽ ഉച്ച വരെയാണ് അവർ വരിക. അവർക്കും ഏൺ ലീവ് ഉണ്ട്. അപ്പൊ അവരുടെ ഏൺ ലീവ് എന്ന് പറയുന്നത് 22 ദിവസത്തിന് ഒരു ദിവസം. എന്നിട്ട് അങ്ങനെ കൂട്ടിയിട്ട് മാക്സിമം എത്ര കൂട്ടും? മാക്സിമം 15-ൽ ലിമിറ്റ് ചെയ്യും. അപ്പോൾ ഫുള്ള് വന്നിട്ടുണ്ടെങ്കിൽ, ഫുൾ ഡേയ്സ് വന്നിട്ടുണ്ടെങ്കിൽ, സ്ഥാപനത്തിൽ മുഴുവനായിട്ടും ഒരു കൊല്ലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന മാക്സിമം ഏൺ ലീവ് എന്ന് പറയുന്നത് 15 ദിവസമാണ്. ഏൺ ലീവിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കേട്ടു. സംശയം ഉണ്ടായി യാതൊരു സാധ്യതയില്ല. എല്ലാ ഭാഗങ്ങളും ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഏൺ ലീവ് എന്ന് പറയുന്ന എപ്പിസോഡ് കേട്ട എല്ലാവർക്കും
പിന്നെ നന്ദി. എന്തെങ്കിലും സംശയങ്ങൾ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. പുതിയ പുതിയ സംശയങ്ങൾ വരുമ്പോഴാണ് നമ്മളും കൂടുതൽ കണ്ടുകൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. എന്ത് തന്നെയായാലും ഈ എപ്പിസോഡ് 10ാമത്തെ എപ്പിസോഡ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.